ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഹൈ റേഞ്ച് റോഡ്സ് കൂടിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ അറിയാലോ, നമ്മൾ ഡൊറോഡയാണ്, ഡൊറോഡോന്റെ പിക്സിയാണ് ഗൈസ്. ഏതാ കിണ്ണ ബസ്സാണ് ഗൈസ്. നമ്മുടെ ചേട്ടൻ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ചേട്ടൻ നമ്മളെ ബസ് നോക്കിക്കൂടെ, ഇത് കൂടെ ചേട്ടന് നമ്മളെ ബസ് കാണാൻ സമയമില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ബസ് ലുക്കാണ് ഗൈസ്, നമ്മളെ പിക്സി കുട്ടനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, നമ്മളെ ഭയങ്കര ഗ്രാഫിക്സ് ഒക്കെ അടിച്ച് ഇതുപോലത്തെ ഒരു ഗ്രാഫിക്സ് അടിക്കണമെന്നായിരുന്നു എൻ്റെ പ്രൈം ബസ്സിൽ എനിക്കൊരു ആഗ്രഹം. പക്ഷേ കൊള്ളാം, പക്ഷെ എനിക്ക് അടിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോഴത്തേക്കും ഡൊറോഡോക്കാർ അടിച്ചുകൊണ്ട് പോയി ഗൈസ്. ഞാൻ അടിക്കണമെന്ന് തീരുമാനിച്ചായിരുന്നു, പക്ഷേ ഇവർ ഡൊറോഡോക്കാർ അടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഈ ആനിമീൻ്റെ അതൊന്നും ഞാൻ അടിക്കാൻ തീരുമാനിച്ചില്ല. ഈ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്, ലുക്കല്ലേ. എൻ്റെ ബേക്കിൽ പെർട്ടി പവർഫുൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിക്സി ഏതാണ് കിണ്ണം, ഒന്നും പറയില്ല, കിണ്ണ സാധനം. അപ്പോൾ അതാ ഇവിടെ നമ്മളിപ്പോൾ വണ്ടി നിർത്തണം കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എണ്ണ അടിക്കാൻ വേണ്ടി വണ്ടിയിൽ ഇവിടെ പമ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ വഴി നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വെറുതെ ആരുമില്ല, എന്നാലും പാച്ചുണ്ട്, അവനും അകത്തിരിക്കുന്നുണ്ട്, എന്നാലും വെറുതെ ഒരു ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം. നമ്മളങ്ങനെ സംസാരിച്ച് നിൽക്കുന്നില്ല, വണ്ടീൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഡൊറോഡോ ബസ്സിന്റെ നമ്മളെ ക്യാബിൻ എന്ന് പറയുന്നത്. ലൈറ്റാണ്, മൊത്തം ലൈറ്റാണ് ഗൈസ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് വർക്കും കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മളെ പ്രൈം ബസ്സിൽ നമ്മൾ നെയിം ബോർഡിൽ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഡാഷ് ബോർഡിൽ നമ്മളെ ലെതറും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മോഡിഫിക്കേഷനും ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പൈസ കുറച്ച് നല്ല സീനില്ല, നമ്മളെ മോഡിഫിക്കേഷനും കാര്യങ്ങളാണ് നമ്മളെ മുഖ്യം. അപ്പൊ നിങ്ങൾ വിചാരിച്ചാണ് പാച്ച് അവിടെ ഉണ്ടാവുന്നത്, നിങ്ങൾ വിചാരിച്ചാണ് പാച്ച് ബസ്സിന്റെ ഉള്ളിലാണ് ഗൈസ്. നമ്മളെ വീഡിയോന്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടി അവനോട് ഞാൻ പോയി പറഞ്ഞാണ്, നീ പുറത്ത് നമുക്ക് മടിയാണെങ്കിൽ നീ പോയി ഉള്ളിൽ നിന്നോളം പറഞ്ഞിട്ടുണ്ട്. ഇനി വരുമോന്ന് അറിയില്ല, ഞാൻ വിളിക്കട്ടെ. എടാ പാച്ചു ഇങ്ങോട്ട് വാടാ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഓ എന്തോ, നീ എന്നെ വിളിച്ചോ? ഓ എനിക്കറിയാൻ നീ വിളിക്കുന്നു. അതാ ഞാൻ മാറിയുന്നേ, അല്ലെങ്കിൽ നീ വീഡിയോ എടുത്തേണ്ടി ഞാൻ വരാന്ന് വിചാരിച്ചിരുന്നു. നീ കട്ടാക്കണ്ട അപ്പൊ വീഡിയോ, അപ്പൊ ഞാൻ വരികയല്ലേ. ഓ പിന്നെ നിന്നെന്താ ഇന്നിലായിട്ട് ഇവരെ കാണാൻ തുടങ്ങിയാണോ? കുറെ വീഡിയോസിൽ നിന്നെ കാണിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തോ നിനക്കെന്താ മടി? അല്ലടാ, എനിക്ക് ഇൻസ്റ്റ ഉണ്ട്. അപ്പൊ നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എന്തെങ്കിലും സ്റ്റോറി ഇടും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ചോദിക്കും, നിനക്ക് ഇവന്റെ പാണോ പണിയെന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് വീഡിയോ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ മാറിയുന്നേ. അങ്ങനെ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നീ പോയ നിന്നെ ഞാൻ മിക്കവാറും പുറത്താക്കൂട്ടോ പാച്ചു. ഇല്ല സോറി. എന്നെ ശമ്പളം കുറച്ചേക്കല്ലേ കേട്ടോ. എടാ ഞാൻ ഇനി എന്തായാലും നിന്നെ മാറിക്കില്ല. ഇനി നിന്റെ വ്ളോഗേഴ്സിനോട് ഞാൻ സംസാരിച്ചു. അല്ലടാ അർജുനേ, നീ എന്തൊക്കെയാണ് അന്ന് പറഞ്ഞേ? പോർച്ചുഗലൊക്കെ പൊട്ടി വീട്ടിലിരിക്കല്ലേ ഇപ്പൊ? ഞങ്ങളവിടെ ഇന്ന് ഫൈനൽ കളിക്കുന്നേ, ഞങ്ങൾ എന്തായാലും ജയിക്കും. എടാ പാച്ചു, നിനക്ക് ആരപ്പാ കളിക്കുന്നേ അറിയോ? എടാ നിങ്ങൾ ആരപ്പാ കളിക്കുന്നേ? സ്പെയിൻ്റെ അപ്പം നിങ്ങളൊക്കെ എവിടെ ഇരിക്കും? പൊട്ടിയിരിക്കും. ഞങ്ങളെ പോലെ നിങ്ങൾ പൊട്ടിയിരിക്കും. ഞങ്ങളെ പൊട്ടിച്ച ടീമാണ് അന്ന് സ്പെയിന്. അപ്പൊ നിങ്ങളിന്ന് പൊട്ടുന്നത് 100% ഉറപ്പാണ്. കാണാലോ അർജുനെ, നോക്കിക്കോ, ഞങ്ങളെ മെസ്സി മുത്ത് ഇന്ന് കപ്പ് തൂക്കിയിരിക്കും. തൂക്കിയിരിക്കും. നിങ്ങളൊക്കെ നോക്കിക്കോ, നിങ്ങളൊക്കെ എന്തായാലും പൊട്ടിയിരിക്കല്ലേ. ഇനി എന്തായാലും അടുത്ത വേൾഡ് കപ്പിലല്ലേ നിങ്ങൾക്ക് അവസരമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഫൈനൽ കയറി ഞങ്ങൾ എന്തായാലും കപ്പടിക്കും. നിങ്ങൾക്ക് കളി കാണാന്നല്ലാണ്ട് നിങ്ങൾക്ക് എന്തായാലും പറ്റില്ലല്ലോ. സ്പെയിൻ ഞങ്ങളെ പൊട്ടിച്ചാലും ഫൈനൽ വരെ ഞങ്ങൾ എത്തിയല്ലോ. എടാ ഞങ്ങക്ക് സീനില്ല, ഞങ്ങൾ അർജന്റീന എന്തായാലും ജയിക്കടാ, നോക്കിക്കോ. എന്ത് ചെയ്യാൻ പറ്റും പാച്ചു, കളിക്കറിയണ്ടേ ഈ പറങ്കി പഴക്കി. നമ്മളെ പോർച്ചുഗൽ കളിക്കറിയണ്ടേ. എടാ പാച്ചു, നീ ഇന്നത്തെ കളി കാണുന്നുണ്ടോ? കാണാണ്ട് പിന്നെ എന്റെ ടീമല്ലേ കളിക്കുന്നത്. നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഓ ശരിയാണല്ലോ, നിന്റെ ടീമല്ലേ കളിക്കുന്നത്, അപ്പൊ നീ എന്തായാലും കളി കാണാനല്ലേ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോ ഒരു ഹൈവേ റോഡാണ് ഗൈസ്. സ്ഥലമൊന്നും എനിക്കറിയില്ല, എന്നാലും നമ്മൾ വെറുതെ പോവാണ്. എന്നാലും ഹൈ റേഞ്ച് റോഡ്സ് ആണ് നമ്മൾ എത്തുന്നത്. ഈ റോഡ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്തായാലും നമ്മൾ കുറച്ച് സമയം കൂടെ നമ്മളിങ്ങനെ ഓടിച്ചു പോകണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നല്ല സ്ഥലത്തേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. കാണിച്ചാൽ നല്ല കിണ്ണ സ്ഥലമാണ്, നല്ല സ്പോട്ടാണ് ഗൈസ്. നമ്മളെ വളവും കാര്യങ്ങളൊക്കെ തിരിച്ചാണ് ഗൈസ് നമ്മളെ ബസ്സൊക്കെ പോകുന്നത്. പിന്നെ ബസ് പിന്നെ വളയ്ക്കാണ്ട് പിന്നെ എങ്ങനെ പോകടാ? പറന്നു പോവും. എന്തേ? അല്ലെങ്കിൽ ട്രെയിനും വളഞ്ഞു പോവില്ല, ട്രെയിനാണെങ്കിൽ നേരെ പൊക്കോളൂ, വളയൊന്നും ഇല്ലല്ലോ. ഓ നിന്റെ ഒലക്ക ചളി, നിന്റെ ചളി അടിക്കലൊക്കെ അവിടെ നിർത്തിക്കാം. നിന്റെ ശമ്പളം ഞാൻ കുറച്ച് നിന്നെ വീട്ടിലിരുത്തും ഞാൻ. അയ്യോടാ ക്ഷമിക്കടാ. ഞാൻ വെറുതെ ഒരു എന്റർടൈൻമെന്റ് വെറുതെ ചളി അടിച്ചിട്ട് നമ്മളെ വ്ളോഗേഴ്സ് വെറുതെ വേറടിക്കണ്ടല്ലോ, ലാഗ് അടിക്കണ്ട വിചാരിച്ചിട്ട് വെറുതെ നിന്നൊരു ചളി അടിച്ചടാ. എടാ നീ ഒന്ന് ക്ഷമിക്ക്. ഞാനൊരു അടി അടിക്കുവേ, നീ അടങ്ങിയിരുന്നോ പാച്ചു, അല്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ ഇറക്കിയിട്ടങ്ങ് വരും. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ സ്ഥലം എത്താനാവുന്നുള്ളൂ. ഇനി കുറച്ചങ്ങ് പോകണം, എന്നാലും അവിടെ എത്തിയിട്ട് ഞാൻ വരാം. 1 hour later.
അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ എത്താനാവുന്നുള്ളൂ. ഡെസ്റ്റിനേഷൻ റോഡാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹൈ റേഞ്ച് റോഡാണ് ഗൈസ്. നമ്മളെ റോഡൊക്കെ നല്ലൊരു അന്തരീക്ഷവും നല്ല വെയിലും നല്ല പുഴയൊക്കെ ഉള്ളൊരു വഴിയാണ്. എൻ്റെ പൊന്നെ നല്ല പാലവും നമുക്ക് നല്ല രസമുള്ളൊരു പാലം തന്നെയാണ് ഗൈസ്. നമുക്ക് കാണാൻ തന്നെ മനസ്സിലാവുന്നത്. നല്ല രസമുണ്ട്. തട്ടി വിട്ടോ നീ പോടാ ചക്ക, ഞാൻ ഉള്ളതല്ല പറഞ്ഞു. അല്ലാണ്ട് ഞാൻ നിന്നെ പോലെ നുണയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നീ ചിലക്കല്ലേ നിന്നെയൊക്കെ എന്റെ കൂടെ കൊണ്ടുവരേണ്ട ഞാൻ എന്നെ പറഞ്ഞാൽ മതിയാണ്. അല്ല, ഞാൻ മോന് പുതിയ സെഡാഫ്റ്ററൊക്കെ വാങ്ങിത്തന്നില്ല, അത് ഞാൻ തിരിച്ചെടുക്കും, അത് അത്രേ ഉള്ളൂ. പിന്നെ നീ മറ്റേ പഴയ BMR വെച്ച് നടക്കേണ്ടി വരും. നീയൊക്കെ എന്നെ കുറ്റം പറയാല്ലേ എന്റെ വ്ളോഗേഴ്സിനെ കുറിച്ച്. എന്താ നിനക്കൊരു സ്നേഹമെങ്കിലും ഉണ്ടോ എൻ്റെ അടുത്ത്? പാച്ചു, നല്ല റോഡ് കൂടെ പോകുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഇവരോടൊക്കെ പറഞ്ഞൂടെ? നിനക്ക് എൻ്റെ അടുത്ത് കുറ്റം പറയല് മാത്രമേ നിനക്ക് അറിയുള്ളൂ അല്ലേ പാച്ചു? സോറിയടാ അർജുനെ, ഇനി എന്തായാലും ഇങ്ങനെ ആക്കില്ല. ചളി മാത്രമേ അടിക്കുള്ളൂ. അപ്പോൾ അർജുൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. അർജുൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാൻ പാടില്ല, ഓക്കെ? പിന്നെ ലൈക്കും ഷെയറും ചെയ്തിട്ട് വേണം കാണാൻ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇത് മതിയോ? എടാ ഇതൊക്കെ നീ അന്നൊക്കെ ഇത് പറഞ്ഞല്ലേ, നിനക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞുവിടറാ. ഞാൻ പറഞ്ഞു വടത്തറ. നല്ല റോഡ് കൂടിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇവര് പറയാനൊന്നും അറിയില്ല ഗൈസ്, തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്. നമ്മളെ ബസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാം. അന്ന് ഞാനൊരു കാര്യം പറയട്ടെ, പാട്ട് വെച്ചാൽ നമ്മളെ വണ്ടിയിൽ. നല്ല കാര്യം. എന്നാ നീ പാട്ട് ഓണാക്ക്. പാട്ട് വെക്ക്, ബ്ലൂടൂത്ത് കണക്റ്റാക്കണേ. നല്ല ഒച്ച ഉണ്ടാവട്ടെ, നല്ല ഒച്ചയ്ക്ക് വെക്ക്, എന്നാലൊരു മനസുഖം. എല്ലാരും ഒന്ന് കേക്കട്ടെ കേട്ടോ. അയ്യോ നിന്റെ ഒലക്ക ചളി. പ്ലേ ദ മ്യൂസിക്. പാട്ട് വെക്കടാ. ഇത് എന്തോന്നൊരു പാട്ടാ, ഇത് ടൂണ് മാത്രല്ലല്ലോ. അല്ല, ഈ പാട്ടൊന്നും നീ കേട്ടില്ല, ഞാനീ പാടിത്തരാം. എന്റെ പൊന്നെ, എന്ത് സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഒച്ചയുണ്ട്. എന്റെ പൊന്നെ, ക്യാബിനൊക്കെ കടന്ന് കുലുങ്ങ തന്നെ. നീ എന്താ പാട്ട് നിർത്തിയോ? പാട്ട് ഇനി വെക്കുന്നില്ലേ? പിന്നെ വെക്കാണ്ട് പിന്നെ എന്ത് ബ്രോ, ടൂറിസ്റ്റേഴ്സ് ഒക്കെ അല്ലേ, പാട്ടൊക്കെ വെച്ച് ഓടിക്കല്ലേ. ഏത് മൂഡ്? വൈബ് മൂഡ്. പ്ലേ ദ മ്യൂസിക്.
പാട്ട് അടിപൊളി. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ചടപ്പായിരിക്കുന്നത് നിന്റെ ചളി കാരണം. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി. ഹൈ റേഞ്ച് റോഡ്, നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മളെ റോട്ടിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കിണ്ണങ്കാച്ചി വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.